വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൈറ്റി പീസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ലെയർ കുർത്തിയാണ്. കുർത്തിയുടെ നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ചെറിയൊരു ബ്ലാക്ക് പീസ് കൂടി എടുത്തിട്ടുണ്ട്. കുർത്തിയുടെ ടോപ്പിൻ്റെ ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് തുണി ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് കൊടുക്കാം. ചെസ്റ്റിൻ്റെ 4 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വരുമെന്ന് ഇതുപോലെ എടുക്കാം. അതിനുശേഷം 15 ഇഞ്ച് നീളത്തിന് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തിനി ഷോൾഡറിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയും 1/4 ഇഞ്ച് തയ്യൽ തുമ്പും ചേർന്ന് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെയാണ് ആം ഹോൾ ലെങ്തായിട്ടും എടുക്കുന്നത്. ഇനി 1/2 ഇഞ്ചിന് ആം ഹോൾ കർവ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഷോൾഡർ 3 എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 1.5. അതിതുപോലെ ബോക്സായി വരച്ച് ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് വീതിക്ക് ഷോൾഡർ ചെരിവ് കൊടുക്കുന്നുണ്ട്. അതിതുപോലെ ചേർത്ത് വരച്ച് കൊടുക്കാം. ഇനി നെക്കും ആം ഹോളും കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലൊരു കറുത്ത പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളം 10 ഇഞ്ച് 10.5 ഇഞ്ച് വീതിക്ക് രണ്ടായി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ 7.5. ആം ഹോളിൻ്റെ ലെങ്തും 7.5 തന്നെയാണ് എടുക്കുന്നത്. ഈ പോയിന്റുകൾ ഇതുപോലെ ചേർത്ത് വരച്ച് കൊടുക്കാം. ഒരു ഇഞ്ചിന് ആം ഹോൾ കർവ് പോയിൻ്റ് ചെയ്ത ശേഷം 7.5യുടെ പകുതി 3.25 പോയിൻ്റ് ചെയ്ത് 1/2 ഇഞ്ചിന് അകത്തേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. 3 ഇഞ്ചാണ് ഷോൾഡർ. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 3.5. ഷോൾഡർ പോയിൻ്റ് ചെയ്തെടുത്ത് നിന്ന് താഴേക്ക് 3.5 പോയിൻ്റ് ചെയ്ത ശേഷം ഇതുപോലെ ബോർഡ് നെക്ക് ഷേപ്പിന് വരച്ചെടുക്കാം. 1/2 ഇഞ്ച് ഷോൾഡർ ചെരിവ് കൊടുക്കാം. ചെസ്റ്റ് വണ്ണം പോയിൻ്റ് ചെയ്ത ശേഷം അവിടെ നിന്ന് 10 പോയിൻ്റ് ചെയ്തെടുത്തുനിന്ന് മേളിലോട്ട് 1.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത ശേഷം ഇതുപോലൊരു കർവ് ഷേപ്പിന് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത പീസ് നൈറ്റി പീസിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 15.5 ഇഞ്ച് ലെങ്ത് പോയിൻ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം താഴത്തെ ഷേപ്പ് ഇതുപോലെ നൈറ്റി പീസിലും വരച്ചെടുക്കണം. അതിനുശേഷം വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എത്രയാണോ വണ്ണം അതിൻ്റെ 4/1 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പോയിൻ്റ് ചെയ്തെടുക്കാം. ഈ പോയിൻറ്റുകളെ തമ്മിൽ ചേർത്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി കുർത്തിയുടെ സ്ലീവ് കട്ട് ചെയ്യാം. തുണി ഇതുപോലെ 4ആയി മടക്കിയിട്ട ശേഷം 2 സ്ലീവ് ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്യുകയാണ്. എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് 4.5. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 6 ഇഞ്ചിൻ്റെ വരുന്നിടത്ത് പോയിൻ്റ് ചെയ്യുകയാണ്. ലെയർ കുർത്തി ആയതുകൊണ്ട് എനിക്ക് ചെറിയ സ്ലീവാണ് ഇഷ്ടം. ആ 6 ഇഞ്ചിന് നേർക്ക് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് പോയിൻ്റ് ചെയ്യുകയാണ്. 7 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ചെസ്റ്റിൻ്റെ 12/1 എത്രയാണോ അതാണ് പോയിൻ്റ് ചെയ്യേണ്ടുന്നത്. ഇനി ആം ഹോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അതിനുശേഷം സ്ലീവ് ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് എത്രയാണോ വണ്ണം അതിൻ്റെ പകുതി ഇതുപോലെ പോയിൻ്റ് ചെയ്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു നൈറ്റി മെറ്റീരിയൽ 290 ഉണ്ടാകും. അതിൽ 1/2 മീറ്ററാണ് ഞാനിവിടെ കുർത്തിയുടെ ടോപ്പ് പാർട്ടിനായിട്ടും സ്ലീവിനായിട്ടും എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ബാക്കി വന്ന തുണി മുഴുവനും ഞാൻ ഇതുപോലെ 4ആയി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. 32.5 ഇഞ്ചാണ് ഈ നൈറ്റി പീസിൻ്റെ വീതി വന്നിരിക്കുന്നത്. 6.5 ഇഞ്ച് വീതി വരുന്ന 5 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിനാണ് ഓരോ പീസും ഇരിക്കുന്നത്. അപ്പോൾ ജോയിൻ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വേസ്റ്റ് വണ്ണത്തോടൊപ്പം വേസ്റ്റ് വണ്ണത്തിൻ്റെ പകുതി അല്ലെങ്കിൽ 1/3 ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന നീളം എത്രയാണോ അതാണ് ഫസ്റ്റ് ലെയറിൻ്റെ നീളം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലെയറുകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാനും കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് ഓരോ ലെയറിൻ്റെയും പുറത്ത് എഴുതി വയ്ക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറിൻ്റെ നീളം കണക്കാക്കാനായിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ നീളത്തോടൊപ്പം അതിൻ്റെ പകുതി അല്ലെങ്കിൽ 1/3 കൂടി ചേർത്ത് സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാം. തേർഡ് ലെയറിനായിട്ട് സെക്കൻഡ് ലെയറിൻ്റെ നീളം എത്രയാണോ സെക്കൻഡ് ലെയറിൻ്റെ നീളത്തോടൊപ്പം അതിൻ്റെ പകുതി അല്ലെങ്കിൽ 1/3 കൂടി ചേർത്ത് തേർഡ് ലെയർ കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഫോർത്തും ഫിഫ്ത്തും ലെയർ കട്ട് ചെയ്തെടുക്കാം. കുർത്തിയുടെ കട്ടിംഗ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഫ്രണ്ട് നെക്കിന് പുറത്തായിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്കിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം. അതിനുശേഷം ഈ ക്രോസ് പീസ് അകത്തേക്ക് മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിന് പകരം നൈറ്റി പീസ് ഉപയോഗിച്ച് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ആകാം. കുർത്തിയുടെ ടോപ്പിൻ്റെ ബാക്ക് ഭാഗവും ഞാനിതുപോലെ ക്രോസ് പീസ് ഉപയോഗിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 പീസുകൾ തമ്മിൽ ചേർത്ത് തയ്ച്ചെടുക്കാം. ഇനി നിവർത്തി വെച്ച ശേഷം ഇതിൻ്റെ മീതെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയറിൽ നിന്നും ഒരു ഭാഗം എടുത്ത് ഇതിന് താഴെയായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകളിട്ട് ചേർത്ത് പിടിപ്പിക്കാം. ലെയർ താഴേക്ക് ചെല്ലുന്തോറും എല്ലായിടും ഒരുപോലെ പ്ലേറ്റ് ഇട്ട് കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിനെ 2ആയിട്ട് മടക്കി അതിൻ്റെ മിഡിലായിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. അതിനുശേഷം 4ആയിട്ട് മടക്കി ഒരു കട്ടിങ് കൂടെ കൊടുക്കാം. ഇത് 2 പീസിലും കട്ടിങ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തമ്മിൽ ചേർത്ത് വെച്ച് കട്ടിങ്ങുകൾ വരുന്ന ഭാഗം പിൻ ചെയ്ത് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ പ്ലേറ്റ് ഇടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ പ്ലേറ്റ് ഇട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് പ്ലേറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ബാക്കിയുള്ള ലെയറുകളും ബാക്ക് പാർട്ടും തയ്ച്ചെടുക്കാം. കുർത്തിയുടെ ബാക്കും ഫ്രണ്ടും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറുകൾ തമ്മിൽ ചേർത്ത് ഇതുപോലെ തയ്ച്ചെടുക്കാം. രണ്ട് സ്ലീവിൻ്റെ താഴെയറ്റം 1/2 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ച്ചെടുക്കാം. സ്ലീവിൻ്റെ ഫ്രണ്ട് വശം ആംഹോളിൻ്റെ ഫ്രണ്ട് വശം ഒരുപോലെ വരത്തക്കവണ്ണം വെച്ച് നല്ല വശം ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം.
സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് അവിടുത്തെ വണ്ണത്തിൻ്റെ പകുതി പോയിൻ്റ് ചെയ്യാം. ആം ഹോളിൻ്റെ പകുതി എത്രയാണോ അത് ഈ ആം ഹോൾ വരുന്ന ഭാഗത്ത് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൽ നിന്നും താഴേക്ക് 14 പോയിൻ്റ് ചെയ്ത ശേഷം വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി ഫ്രണ്ട് ഭാഗത്തായിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ അളവുകളെല്ലാം ചേർത്ത് വരച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം 2 മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുർത്തിയായിട്ട് മാത്രമല്ല ഫ്രോക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമായിട്ടുള്ളവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.